നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സന്തതിക്കും യശസ്സിനും ധനത്തിനും സന്തതം ശോഭനം പ്രദോഷികം വ്രതം എന്നാണല്ലോ ശിവപുരാണത്തിൽ പറയുന്നത്. 1200 മലയാള പുതുവർഷ ദിനം ആരംഭിക്കുന്ന ഓഗസ്റ്റ് 17-ാം തീയതി ശനിയാഴ്ച പ്രദോഷമാണ് വരുന്നത്. അന്നേ ദിവസം ശ്രാവണ മാസത്തിൽ വരുന്ന മുപ്പട്ട് ശനി പ്രദോഷവും അതിനോടൊപ്പം ചിങ്ങമാസം 1-ാം തീയതി കൂടി ആയതിനാൽ ഈ ദിവസത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ 4 ഇരട്ടി ഫലസിദ്ധിയാണ് ലഭിക്കുന്നത്. ദേവിക്ക് പൗർണമി പോലെ, വിഷ്ണുവിന് ഏകാദശി പോലെ മഹാദേവന് പ്രധാനമാണ് പ്രദോഷം. അന്നേ ദിവസം ഭക്തിയോടുകൂടി വ്രതം അനുഷ്ഠിച്ചാൽ സന്താന സൗഭാഗ്യം, ദാരിദ്ര്യ ദുഃഖശമനം, ആയുരാരോഗ്യം, പാപമുക്തി, ഐശ്വര്യം, സൽകീർത്തി എന്നിവയെല്ലാം നമുക്ക് വന്നു ചേരുന്നതാണ്. ഇനി സാഹചര്യങ്ങൾ കൊണ്ട് വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കാത്തവർ അന്നേ ദിവസം പഞ്ചാക്ഷരി ജപത്തോടെ ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന വഴിപാടുകൾ സമർപ്പിക്കുന്നതും അതിവിശിഷ്ടമാണ്. കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലുമായി ഒരു മാസം 2 പ്രദോഷമാണ് വരുന്നത്. 2 പ്രദോഷത്തിലും ഭക്തർ വ്രതം അനുഷ്ഠിക്കാറുണ്ട്. സാധാരണ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതിനേക്കാൾ ഇരട്ടി ഫലം നൽകുന്നതാണ് ശനി പ്രദോഷത്തിൽ വ്രതം അനുഷ്ഠിച്ചാൽ. പുണ്യപ്രവർത്തികൾക്ക് ഏറ്റവും ഉത്തമമായ ദിനമാണിത്. ഇനി പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയും അനുഗ്രഹത്തോടൊപ്പം സകല ദേവീ ദേവന്മാരുടെയും അനുഗ്രഹം നമുക്ക് വന്നു ചേരും എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. മഹാദേവന് ഏറ്റവും പ്രധാനം പഞ്ചാക്ഷരി ജപവും കൂവളത്തില സമർപ്പണവുമാണ്. മാസപ്പിറവി, പൗർണമി, അമാവാസി, അഷ്ടമി, നവമി, ചതുർത്ഥി, തിങ്കളാഴ്ച ഈ ദിവസങ്ങളിൽ കൂവളത്തില പറിക്കുന്നത് ശിവകോപത്തിന് കാരണമാകും എന്നാണ് വിശ്വാസം. ഈ ദിവസങ്ങളുടെ തലേന്ന് തന്നെ കൂവളത്തില പറിച്ച് പിറ്റേന്ന് പൂജ നടത്താവുന്നതാണ്. ദൈവസാന്നിധ്യമുള്ള ഈ വൃക്ഷത്തിൽ നിന്ന് കുളിച്ച് ശരീരശുദ്ധി വരുത്തിയ ശേഷം പ്രഭാതത്തിൽ മാത്രമേ ഇലകൾ അടർത്താവൂ. ഇനി പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രദോഷത്തിന്റെ തലേന്ന് മുതൽ വ്രതം ആരംഭിക്കേണ്ടതാണ്. തലേന്ന് ഒരിക്കലൂണ് നിർബന്ധമാണ്. പ്രദോഷ ദിനത്തിൽ രാവിലെ പഞ്ചാക്ഷരി ജപത്തോടെ ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളത്തില കൊണ്ട് അർച്ചന, കൂവളമാല സമർപ്പണം, പുറകുവിളക്കിൽ എണ്ണ, ജലധാര എന്നിവ നടത്തുക. പകൽ മുഴുവൻ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത്. അതിന് സാധിക്കാത്തവർക്ക് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള നേതിച്ചോറുണ്ണാവുന്നതാണ്. പഞ്ചാക്ഷരി സ്തോത്രം, ശിവസഹസ്രനാമം, ശിവാഷ്ടകം എന്നിവ ഭക്തിപൂർവം ചൊല്ലുകയും അല്ലെങ്കിൽ കേൾക്കാവുന്നതുമാണ്. ശിവപുരാണ പാരായണം നടത്തുന്നതും നല്ലതാണ്. ഇനി വ്രതം അനുഷ്ഠിക്കുന്നവർ എണ്ണ തേച്ചുകുളി പാടില്ല. സന്ധ്യയ്ക്ക് മുൻപായി കുളിച്ച് ശിവക്ഷേത്ര ദർശനം, പ്രദോഷപൂജ, ദീപാരാധന ഇവയിൽ പങ്കുകൊള്ളുന്നതും അത്യുത്തമമാണ്. ഭഗവാന് കരിക്ക് നേദിച്ച് അതിലെ ജലം സേവിക്കുക. അവിലോ മലരോ പഴമോ കഴിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതുമാണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സങ്കടം നൽകുന്ന, ദുരിതങ്ങൾ നൽകുന്ന ഏതൊരു ദോഷങ്ങളും ഇല്ലാതാകാൻ പ്രദോഷ ദിവസം ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ശനിയാഴ്ചയോട് ചേർന്ന് വരുന്ന ഈ ശനി പ്രദോഷം ആരും തന്നെ പാഴാക്കരുത്. മറ്റുള്ള പ്രദോഷ ദിവസങ്ങളിൽ വ്രതം എടുക്കുവാൻ സാധിക്കാത്തവർ കൊല്ലവർഷം 1200-ാം ആണ്ട് പിറക്കുന്ന ഈ അത്ഭുത ദിവസം ശിവഭഗവാനെ പ്രാർത്ഥിച്ച് പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ അടുത്തൊരു വർഷക്കാലം മുഴുവനും ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയുന്നതാണ്. ഇനി ഈ പ്രദോഷ ദിവസം നമ്മുടെ കടബാധ്യത തീരുന്നതിനും ഒരുപാട് നാളായി വിട്ടുമാറാത്ത രോഗങ്ങൾ മാറാനും ഭഗവാനോട് നിങ്ങൾ ചോദിക്കുന്ന വരം അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാനും ചിങ്ങം 1-ാം തീയതിയോട് ചേർന്ന് വരുന്ന അതിശക്തിയാർന്ന ഈ ശനി പ്രദോഷ ദിവസം നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ കടബാധ്യതയുണ്ടെങ്കിലും അതെത്ര വലിയ തുകയാണെങ്കിലും ശരി, ഇനി അതല്ല ഒരുപാട് നാളായി നിങ്ങളെ വിട്ടുമാറാതെ പിന്തുടരുന്ന രോഗങ്ങൾ മൂലം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിലും, ഇതുമാത്രമല്ല പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ മൂലം വിഷമിക്കുന്നവരും ഈ ശനി പ്രദോഷ ദിവസം ഈ ഒരു പരിഹാരം മറക്കാതെ തന്നെ ചെയ്യുക. ഇനി ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ശനി പ്രദോഷ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്താൻ പോകുന്ന ആ ഒരു സമയത്ത് വീട്ടിൽ നിന്നും
ഒരു 3 കുരുമുളക് കൂടി നിങ്ങൾ കയ്യിൽ കരുതുക. ഇനി താന്ത്രികപരമായി കോടിക്കണക്കിനുള്ള കടബാധ്യതയും അതുപോലെ തന്നെ രോഗങ്ങളും മാനസിക പ്രയാസങ്ങളുമെല്ലാം പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ അല്ലെങ്കിൽ കുറയ്ക്കുവാൻ കഴിവുള്ള ഊർജം നിറഞ്ഞ ഒരു വസ്തുവാണ് കുരുമുളക്. ഇനി പ്രദോഷ ദിവസം ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന്റെ ആ വിഗ്രഹം കാണുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ ഇരിക്കുകയോ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വലത് ഉള്ളം കൈയിൽ ഈ 3 കുരുമുളക് വെച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഭഗവാനോട് പറയുക. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കടബാധ്യതയാണ് ഇല്ലാതാകേണ്ടതെന്നാൽ നിങ്ങളുടെ കടം തീർക്കാനുള്ള തുക എത്രയാണോ ആ ഒരു പണം നിങ്ങൾക്ക് ലഭിക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. രോഗമാണ് മാറേണ്ടതെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടാകണമെന്നും രോഗങ്ങൾ ഇല്ലാതാകണമെന്നും ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അല്ലെങ്കിൽ ആവശ്യം എന്താണോ അതിനനുസരിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ നല്ലതുപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം നന്ദി ഭഗവാന്റെ അടുത്ത് വന്ന് എൻ്റെ കടബാധ്യത പൂർണ്ണമായും എനിക്ക് തീർന്നു കിട്ടണം, രോഗങ്ങൾ മാറിക്കിട്ടണം, അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നന്ദിയോട് പറയുക. പിന്നീട് നിങ്ങളുടെ ഉള്ളം കയ്യിലുള്ള ആ 3 കുരുമുളക് കൊണ്ട് നിങ്ങളുടെ തലയ്ക്ക് 3 തവണ ഒഴിയുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം ക്ഷേത്രത്തിന് പുറത്തു വന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഈ 3 കുരുമുളക് ആ ക്ഷേത്ര പരിസരത്ത് ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ മരത്തിന് ചുവട്ടിലോ അങ്ങനെ ആരും ചവിട്ടാത്ത ഒരു ഭാഗത്ത് ഈ 3 കുരുമുളകും ഇടാവുന്നതാണ്. ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് ശനി പ്രദോഷ ദിവസം ഈ ഒരു പരിഹാരം ഒന്ന് ചെയ്തു നോക്കൂ. തീർച്ചയായും നിങ്ങളുടെ കടബാധ്യത അത് എത്ര വലുതാണെങ്കിലും ശരി പടിപടിയായി കുറഞ്ഞ് ആ കടങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പൂർണ്ണമായും തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി പ്രദോഷ ദിവസം ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ ശിവഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഒരു നെയ്ദീപം കൊളുത്തി ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിഹാരം നിങ്ങളുടെ വീട്ടിലും ചെയ്യാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നവർ ക്ഷേത്ര ദർശനം നടത്തുന്നതിനോടൊപ്പം തന്നെ ഭഗവാന് അഭിഷേകത്തിനുള്ള വസ്തുക്കൾ വാങ്ങി സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ കൂവളമാല വാങ്ങി സമർപ്പിക്കാവുന്നതുമാണ്. ശനി പ്രദോഷ ദിവസം അതിശക്തിയാർന്ന ഈ കുരുമുളക് പരിഹാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾ ചിന്തിച്ചു പോലും നോക്കാത്ത അളവിലുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അത്രയേറെ ശക്തിയാർന്ന ഒരു പരിഹാരമാണിത്. ഇനി കടബാധ്യത തീരുന്നതിന് വേണ്ടി മാത്രമല്ല, കൊടുത്ത പണം തിരികെ കിട്ടാനും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശനി പ്രദോഷവും ചിങ്ങമാസം 1-ാം തീയതിയും ചേർന്ന് വരുന്ന ഈ അത്ഭുത ദിവസത്തിൽ ഈ ഒരു പരിഹാരം ചെയ്താൽ തീർച്ചയായും 100% മിന്നൽ വേഗത്തിൽ ഫലം ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.